നിങ്ങളുടെ വീട്ടിലെ വാട്ടർ പ്യൂരിഫയർ ശരിക്കും സ്മാർട്ട് ആണോ, അതോ വാട്ടർ ക്വാളിറ്റി ഏതായാലും ഒരേ പ്യൂരിഫിക്കേഷൻ ചെയ്ത് വാട്ടർ വേസ്റ്റ് ചെയ്യാണോ? മുനിസിപ്പൽ വാട്ടർ ആയാലും ടാങ്കർ വാട്ടർ ആയാലും ബോർവെൽ വാട്ടർ ആയാലും ഇങ്ങനെ വാട്ടർ ക്വാളിറ്റി മാറിയാലും പ്യൂരിഫിക്കേഷൻ മാത്രം മാറില്ല. ഞാൻ ഇന്ത്യയിലെ പോപ്പുലർ വാട്ടർ പ്യൂരിഫയർ ആയ എക്കോഗാർഡ് ഡിസ് പ്രോ, നാറ്റീവ് M2 Pro, ആറ്റംബർഗ് ഇന്റർലൈൻ എന്ന മോഡലുകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാത്തിലും ഒരേ സോഴ്സ് വാട്ടർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണാൻ പറ്റി. ലോ TDS വാട്ടർ ആയിട്ടും എക്കോഗാർഡിലും നാറ്റീവിലും RO പ്യൂരിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. പക്ഷെ ആറ്റംബർഗിൽ സിറ്റുവേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. വാട്ടറിന്റെ TDS ലെവൽ ചെക്ക് ചെയ്ത ശേഷം മാത്രം പ്യൂരിഫിക്കേഷൻ ഡിസൈഡ് ചെയ്യുള്ളൂ. TDS ലോ ആണെങ്കിൽ UV + UF, TDS ഹൈ ആണെങ്കിൽ RO + UV. അതായത് വെള്ളത്തിന് ആവശ്യമുള്ളപ്പോൾ മാത്രം RO യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത RO യൂസേജ് കുറയും, വാട്ടർ വേസ്റ്റേജ് കുറയും, ഫിൽറ്റർ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, മിനറൽസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇതിനൊക്കെ പുറമെ ആപ്പിലൂടെ TDS, ഫിൽറ്റർ ഹെൽത്ത്, വാട്ടർ യൂസേജ് എല്ലാം ട്രാക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇതാണ് ആറ്റംബർഗ് ഇന്റലിനെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസമാക്കുന്നത്. ഇത് വെറൊരു വാട്ടർ പ്യൂരിഫൈ ചെയ്യുക മാത്രമല്ല, വാട്ടറിന് എത്ര പ്യൂരിഫിക്കേഷൻ വേണമെന്ന് ആദ്യം ഡിസൈഡ് ചെയ്തതിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഇൻട്രസ്റ്റിംഗ് പാർട്ട്. മെയിൻ്റെനൻസ് കോസ്റ്റ്, TDS റിസൾട്ട്, ലോങ് ടേം ഓണർഷിപ്പ്, ഇതെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാം. ഫുൾ ആയിട്ട് കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ വീട്ടിൽ പ്യൂരിഫയർ ഉണ്ടോ എന്നുള്ളതും അത് ഏത് പ്യൂരിഫയർ ആണെന്നുള്ളതും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക.